എൻ്റെ വായനയിലേക്ക് സ്വാഗതം. കഥ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എഴുതിയത് പ്രിയ AS. ഉണർന്നപ്പോൾ അവളായിരുന്നില്ല, വെയിലായിരുന്നു അയാളുടെ ദേഹത്ത് പിണഞ്ഞു കിടന്നിരുന്നത്. അയാൾ എഴുന്നേറ്റ് എല്ലായിടവും നോക്കി, കണ്ടില്ല അവളെ എവിടെയും. എന്തെങ്കിലും എടുക്കാൻ അവളുടെ മുറിയിൽ പോയതാവും എന്ന് കരുതി അയാൾ പിന്നെയും കിടന്നു ചുമ്മാ. കാത്തുമടുത്തപ്പോൾ എഴുന്നേറ്റ് അവളുടെ മുറി വരെ പോയി നോക്കി അയാൾ. മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. എവിടെ ചുറ്റാൻ പോയതാണാവോ എന്ന് സ്വയം ചിരിച്ചും കൊണ്ട് അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെയും കിടന്നു മൂടി പുതച്ച്. ഇതുപോലെ മറ്റൊരു ദിവസം രാവിലെയും കാണാതായി അവളെ. തിരിച്ച് പ്രതീക്ഷിക്കേണ്ട ഇന്ന് തന്നെ അയാളെന്ന് ഉറപ്പിച്ചു. ഉച്ചയായപ്പോൾ ദാ വരുന്നു. എങ്ങാണ്ടെല്ലാമോ ചുറ്റിത്തിരിഞ്ഞ് തുള്ളിത്തുളുമ്പി ചിരിച്ചു വിരിഞ്ഞ്. പല മാതിരി പച്ച നിറങ്ങളിലെ ഷർട്ടുകൾ ഉണ്ടായിരുന്നു അയാൾക്കായി അന്നവളുടെ കയ്യിൽ. അയാൾ ഇനി പച്ച നിറത്തിലെ ഷർട്ടുകൾ മാത്രം ഇട്ടാൽ മതി, പച്ചയാണ് അവളുടെ നിറം എന്നവൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നീല ഷർട്ടുകളെല്ലാം ഞാൻ ആർക്ക് കൊടുത്തു തീർക്കും എന്നയാൾ ചോദിച്ചു. എനിക്ക് തന്നേക്ക്, ഞാൻ ജീൻസിനൊപ്പം സ്കേർട്ടിനൊപ്പം ഇട്ടോളാം എന്നു പറഞ്ഞു അപ്പോഴവൾ. നിനക്കതിന് എൻ്റെ വലിയ കുപ്പായങ്ങൾ പാകമാവുമോ എന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് അയാൾ. നോക്കാം, നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞു ചിരിച്ചു അവൾ. എത്ര നേരമുണ്ട് നമുക്ക് എന്ന് ചോദിച്ച് അപ്പോഴയാൾ അവളെ വലിച്ചെടുപ്പിച്ചു. അതിന് ദൈവത്തിൻ്റെ കയ്യിലല്ലേ കണക്ക് പുസ്തകവും സമയവിവര പട്ടികയും എന്ന് ചോദിച്ചു അപ്പോഴവൾ. അതിന് ദൈവം എന്നൊരു വസ്തു ഉണ്ടോ എന്നായി അയാൾ. നമ്മൾ എഴുതി വെച്ച തിരക്കഥയിൽ എങ്ങുമില്ലാത്തത് ജീവിതത്തിൻ്റെ സ്ക്രീനിങ് നടക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ദൈവത്തെ മുഖാമുഖം. എൻ്റെ ദൈവത്തിന് ഒരിക്കലും ഇല്ല ഒരു നിശ്ചിത രൂപം. ഇല, ഒഴുക്ക്, കാറ്റ്, കടല്, നീ, അങ്ങനെ പല രൂപത്തിൽ വരാറുണ്ട് എനിക്ക് മുന്നിൽ എൻ്റെ ദൈവങ്ങൾ എന്നായി അവൾ. അയാൾ അങ്ങനെ അവളെ ചുറ്റിപ്പറ്റി ഓരോന്നോർക്കവേ വാതിൽക്കൽ മുട്ടുകേട്ടു. പക്ഷേ അത് അവളായിരുന്നില്ല. വെയിറ്റർ എത്തിയതായിരുന്നു പതിവ് ചായയുമായി. തിരികെ പോകാൻ നേരം എന്തോ ഓർത്ത പോലെ അയാളൊന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, 310 അവര് അതിരാവിലെ പോയി. സാറ് നല്ല ഉറക്കാണ്, സാറിനോട് പ്രത്യേകം പറയണം എന്നു പറഞ്ഞേൽപ്പിച്ചു. എന്നിട്ട് അയാൾ അങ്ങ് കടന്നുപോയി. തൻ്റെ മുഖഭാവം മാറുന്നത് ഉറ്റുനോക്കി നിൽപ്പാവും ഭിത്തിയിലെ മുഴുനീള കണ്ണാടി എന്ന് തീർച്ചയായതിനാൽ കണ്ണാടി വഴിയിൽ പെടാതെ ഒഴിഞ്ഞു മാറി അയാൾ. മെല്ലെ എഴുന്നേറ്റ് ചായയുമെടുത്ത് കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കി നിന്നപ്പോൾ ജനാല തുറന്നിടണം എന്ന് തോന്നി അയാൾക്ക്. അപ്പോൾ ജനലിലൂടെ കാറ്റ് കയറി വന്നു. അവൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. കാറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ്, 4 ദിവസത്തെ പരിചയമേ ഉള്ളൂ. എങ്കിലും തരം കിട്ടിയാൽ ഉടനെ ഒരു നിത്യ പരിചയക്കാരിയെ എന്ന പോലെ അവളെ തിരക്കി ഓരോ മൂലയിലും കയറി ഇറങ്ങും. അയാൾ കാറ്റിനോട് ഒരു പരിഭവമട്ടിൽ പറഞ്ഞു. കേട്ടില്ലേ ഇപ്പോൾ അയാൾ പറഞ്ഞത്? മുറി വെക്കേറ്റ് ചെയ്തു, അതിരാവിലെ പോയി എന്നൊക്കെ. അത്രേ എനിക്കും അറിയൂ. അവൾ ഒരു കടങ്കഥയായിരുന്നു എന്നു കരുതാനാണ് എനിക്കിഷ്ടം. അവളെയും കൂട്ടിയായിരുന്നില്ലല്ലോ എൻ്റെ യാത്രയൊന്നും. അവളെൻ്റെ കൂടെ തന്നെ കാണും ഇനി അങ്ങോട്ടെന്ന് കരുതിയിട്ടുമില്ലല്ലോ ഞാൻ. കാറ്റ് മെല്ലെ പറഞ്ഞു. എനിക്കറിയാം ആ കടങ്കഥ. എന്നിട്ട് കാറ്റ് അയാളെ ആ കടങ്കഥ പറഞ്ഞു കേൾപ്പിച്ചു. പറയാതെ മുട്ടി വിളിക്കാതെയും വന്നവൾ എങ്ങാണ്ടെങ്ങാണ്ട് പോയി. അയാൾ ഉത്തരം പറഞ്ഞു. ഒരു വൈരക്കൽ മുക്കുത്തിക്കാരി, മൊട്ടത്തലക്കാരി, കടലോളം വലിപ്പ കണ്ണുകാരി, പേരറിയില്ല, നാടറിയില്ല, പറഞ്ഞില്ല, ചോദിച്ചുമില്ല. അവളും ചോദിച്ചില്ല പേരും വേരും. നിൽക്കക്കള്ളി എന്ന് വിളിച്ചോളാൻ പറഞ്ഞു. ഉള്ളുകളൻ എന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഓർക്കാതിരിക്കാൻ പറ്റും എന്ന് തോന്നണില്ല. ഓർമ്മിക്കാൻ എപ്പോഴും കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞത് ശരിവെക്കും മട്ടിൽ ഹോട്ടൽ മുറി TV-യിൽ ഒരു പാട്ടുസീൻ വന്നു. അതിൽ നിന്ന് അവിവേകി പെണ്ണിൻ്റെ അപരാധമൊക്കെയും അവിടുന്ന് പൊറുക്കേൺ ഭഗവാനെ എന്ന പാട്ട് അവിടെയൊക്കെ ഒഴുകിപ്പരന്നു. ഇടയ്ക്കൊരു നേരത്ത് അവളാവരി പാടിയത് അയാൾ ഓർത്തു. ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ അവളുടെ കടൽ കണ്ണുകളിൽ ചുണ്ടു ചേർക്കുക മാത്രം ചെയ്തു അപ്പോഴയാൾ. അന്നേരം അയാൾക്ക് ഉപ്പ് ചുവച്ചു. എന്തു പറ്റിയെന്ന് അയാൾ പോലും അറിയാതെ ഒരു പക്ഷേ അയാളുടെ കണ്ണുകൾ ചോദിച്ചു കാണണം. അതാവും അവൾ അപ്പോൾ നനഞ്ഞ കണ്ണുകൊണ്ട് ചിരിച്ചതും പിന്നെ കണ്ണിറൊക്കെ അടച്ചു കാണിച്ചതും. എന്തൊക്കെയാവാം ഇവളുടെ ഉള്ളുകളിലുള്ളത് എന്ന് അപ്പോഴൊരു നിമിഷം അയാളുടെ ഉള്ളിലൊരു ചോദ്യം കിളിർത്തു.
ഒപ്പം തന്നെ നിനക്കുമില്ലേ ഉള്ളുകള്ളികൾ? ഉള്ളുകള്ളികളില്ലാത്തവരായി ആരാണുള്ളത് ഈ ഭൂമിയിൽ എന്ന് പെട്ടെന്ന് തന്നെ ഒരു ഉപചോദ്യവും കിളിർത്തു അയാളുടെ ഉള്ളിൽ. അപ്പോഴവളുടെ മുഖപ്പാതി ഹോട്ടൽ മുറിയിലെ കണ്ണാടി ചില്ലിൽ പതിഞ്ഞു. അയാളുടെ മുഖത്തിന്റെ ഒരു ചീൾ അവളുടെ ആ മുഖപ്പാതിയോട് ചേർന്ന് കണ്ണാടിയിൽ പതിയുകയായി അടുത്ത നിമിഷം. അതിനിടെ കണ്ണാടിയിലെ അയാളുടെ പിൻകഴുത്തിൽ കണ്ണുകൾ അടച്ചു പിടിച്ച് ചുണ്ടു ചേർത്തു. അയാളുടെ ചോദ്യവും ഉപചോദ്യവുമെല്ലാം അതോടെ മാഞ്ഞുപോയി. കണ്ടുമുട്ടിയിട്ട് ആകെ 2 ദിവസമേ ആയുള്ളൂവെന്ന് വിശ്വസിക്കാതിരിക്കുന്നതെങ്ങനെ എന്നോർത്തുപോയി അപ്പോഴയാൾ. മഴമട്ടുള്ള ഒരു വൈകുന്നേര നേരത്ത് ഇരുട്ടും പാട്ടും ചേർന്ന് പൊതിഞ്ഞു പിടിച്ച ഹോട്ടൽ മൂലയിൽ ബേൽപുരി കാത്തിരുന്നത്. അയാൾക്കെതിരെ വന്ന് അവളിരുന്നത്. അവളുടെ മൊട്ടത്തല, ലോകത്തുള്ള നിറങ്ങളെല്ലാം കുലം കുത്തിയൊഴുകുന്ന സാരി, തെളിഞ്ഞ മുഖം, വിടർന്ന ചിരി, കീമോതെറാപ്പിയുടെ വിരലടയാളങ്ങൾ മൊട്ടത്തലയിൽ നിന്നും അതിജീവന താളം നീളൻ തൂക്കുകമ്മലിൽ നിന്നും വായിച്ചെടുത്ത് വല്ലാതായി അയാൾ. കഷ്ടം എന്ന് സഹതാപം ഊറിക്കൂടി വന്ന നേരത്ത് വെയിറ്റർ വന്നു. അവരും ഓർഡർ ചെയ്തത് ബേൽപുരി. വെയിറ്ററും ആകപ്പാടൊരു വല്ലായ്മയിലായി. അവരുടെ രൂപവും മറ്റും കണ്ട് എന്ന് തോന്നി. വെയിറ്റർ പോയതും അവർ അയാളെ നോക്കി ചിരിച്ചു. ഇത്ര നല്ല ബേൽപൂരി ഈ നഗരത്തിൽ വേറെ എവിടെയും കിട്ടില്ല എന്ന് ആത്മഗതം നടത്തി. എനിക്കത്ര നിശ്ചയം പോരാ ഈ നഗര രീതികളെക്കുറിച്ച്. ഞാനിതാദ്യമായാണ് ഈ നഗരത്തിൽ എന്നു പറഞ്ഞു അയാൾ. അതെയോ എന്ന് ആശ്ചര്യക്കണ്ണുകാരിയായി അവർ വാചാലയായി. ഞാനിവിടെ ഒരു പതിവുകാരിയാണ്. തിരക്കു കാരണം ആരും ആരെയും വളരെയൊന്നും ശ്രദ്ധിക്കാത്ത ഇവിടം എനിക്ക് ഈയിടെയായി ഒരുപാട് ഇഷ്ടമാണ്. എന്തെങ്കിലും ഒന്ന് പറയേണ്ടേ എന്ന് കരുതി അയാൾ പറഞ്ഞു. ഒരു സുഹൃത്തിനെ സീ ഓഫ് ചെയ്യാൻ വന്നതാണ് ഞാൻ. നാളെ തിരികെ പോകും. എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടുപിടിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കലാണ് ഈ അടുത്ത കാലത്തായി എൻ്റെ രീതി. ഇപ്പോൾ വന്നത് ഡാൻസ് ഫെസ്റ്റ് കാണാനാണ് എന്നവർ തുടർന്നപ്പോൾ അയാൾ അവിശ്വാസത്തോടെ അവരുടെ മൊട്ടത്തലയിലേക്ക് നോക്കി അന്തം വിട്ടു. ഓ, എൻ്റെ തല അല്ലേ എന്ന് പരുപരാ മൊട്ടത്തലയിൽ വിരലോടിച്ച് അപ്പോഴവർ ചിരിച്ചു. പിന്നെ അവരുടെ കണ്ണിൽ കുസൃതി നക്ഷത്രങ്ങൾ തെളിഞ്ഞു. നിങ്ങളും ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞോ കീമോതെറാപ്പി കഥ എന്ന് ചോദിച്ചവർ കുടുകുടാ ചിരിച്ചു. കുന്തള ഭാരം എന്നല്ലേ സാഹിത്യത്തിലൊക്കെ പറയാറ്? ഓ, അതൊരു ഭാരം തന്നെയാണ്. ഇപ്പോൾ എന്താ സുഖം എന്നവർ പറഞ്ഞപ്പോഴും അയാൾക്കത്ര വിശ്വാസം വന്നില്ല. സ്വയം രസിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. മൊട്ടത്തല കഥ. മൊട്ടത്തലക്കാരനാകാൻ എന്തെളുപ്പമാണ് അല്ലേ? ആരോടും ഒന്നും പറയുകയും ചോദിക്കുകയും വേണ്ട. നേരെ ഒരു ബാർബർ ഷോപ്പിൽ പോകണം, നിരപ്പ വടിച്ചു മൊട്ടയാകണം. എന്ത് എളുപ്പം! പക്ഷേ മൊട്ടത്തലക്കാരിയാകൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ. മൊട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും എതിർപ്പിന്റെ തീനാളങ്ങളാകും. ബ്യൂട്ടി പാർലർക്കാർ പോലും മന്ദം വിട്ട് കണ്ണുമിഴിച്ചു നോക്കും. എല്ലാവരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടൊന്നും നടക്കില്ല മൊട്ടത്തലക്കാരിയാകൽ. പിന്നെ നുണ തന്നെ ശരണം. ഒരു നേർച്ചയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പഴനി ആണ്ടവനോ തിരുപ്പതി ഭഗവാനോ തുണ വരും. തല മൊട്ടയായി കിട്ടിയാൽ പിന്നെ എന്താ രസമെന്നോ. ഒരു അതിഭയങ്കര കീമോതെറാപ്പി തലയാണെന്ന് ജനം ധരിക്കാൻ പിന്നെ സമയമൊന്നും വേണ്ട. അതോടെ കാര്യങ്ങൾ പരമസുഖമായി തീരും. എവിടെയും ദയാവായിമാരും ദയാഭായിമാരും. എന്തു സുഖമായി തീരും. സഹായത്തിനും ആരും തയ്യാർ. ടിക്കറ്റ് ക്യൂ നിൽക്കേണ്ട, ഒരിടത്തും സീറ്റ് കിട്ടാതെ വിഷമിക്കേണ്ട. ആരും ഒരു പെണ്ണായി പിന്നെ നോക്കില്ല. ഒറ്റയാളും കമന്റ് അടിക്കില്ല. ജനത്തിന് ലോകത്തിലാകെ പേടിയും ബഹുമാനവുമുള്ളത് അസുഖങ്ങളെയാ. അവർ താമസം 310, അയാൾ 311. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ അവരവരുടെ മുറിയിലേക്ക് പോയി. അയാൾ പിന്നെ ഉറക്കം ശരിയാവാതെ ഒരു രാത്രി നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയപ്പോൾ അവർ കറുത്ത രാത്രിയും ഒരുപാട് നക്ഷത്രങ്ങളും ഉള്ള കണങ്കാൽ നീളത്തിലെ ഉടുപ്പിട്ട് ഒരു പുസ്തകം വായിച്ച് ലോഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു. പരുപരാ തലയിൽ വിരലോടിച്ചുള്ള അവരുടെ വായന ഇരിപ്പിലേക്കൊന്ന് പാളി നോക്കി. പടി ഇറങ്ങുമ്പോൾ അവർ തലയുയർത്തി ഒരു നറം ചിരി അയാൾക്ക് കൊടുത്തു. അവർക്ക് മൂക്കുത്തിയുണ്ടെന്ന് അയാൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു ചന്ദ്രാകൃതി മൂക്കുത്തി. അതിലെ കല്ലെല്ലാം കൂടി പരസ്പരം മത്സരിച്ച് തിളങ്ങിക്കൊണ്ടിരുന്നു. ഞാൻ സൂര്യൻ, നീ ചന്ദ്രൻ, അപ്പുറം ഇപ്പുറവുമെല്ലാം നക്ഷത്രങ്ങൾ എന്ന മട്ടിൽ. അയാൾ പെട്ടെന്ന് ചോദിച്ചുപോയി, വരുന്നോ?
കാറിലേക്ക് അവരും രാത്രിയും നക്ഷത്രങ്ങളും കാലെടുത്ത് വെച്ചപ്പോൾ കാറിൽ പി സുശീല പാടുകയായിരുന്നു. കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം. ആരും കാണാക്കുയിൽ പാടും കളം മുരളി ഗാനം. കണ്ണടച്ച് ഒന്നും മിണ്ടാതെ സീറ്റിൽ ചാരി കിടന്നു അവർ. എന്തിനാണ് ഇത്തിരി നേരം മുമ്പ് മാത്രം കണ്ടുമുട്ടിയ ഈ സ്ത്രീയെ ചിരപരിചിതയെപ്പോലെ താൻ കൂടെ കൂട്ടിയത് എന്ന പിടികിട്ടായ്മയിൽപ്പെട്ട് അയാളും ഇരുന്നു മിണ്ടാതെ. രാത്രിയും വെളിച്ചവും ഇണചേരുന്ന തുറമുഖത്തിനു മുന്നിൽ വണ്ടി നിർത്തി അവർ വെറുതെ നടന്നു. ചുമ്മാ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞു. നടന്നു മതിയായപ്പോൾ കാറ്റുകൊണ്ട് ബീച്ചിലെ ബെഞ്ചിലിരുന്നു. ഇടയ്ക്ക് വഴിയോര വണ്ടിയിൽ നിന്ന് കോൺ ഐസ്ക്രീം കഴിച്ചു. കുട്ടികളെപ്പോലെ താടിയിലും ഉടുപ്പിലുമൊക്കെയായി അവർ ഐസ്ക്രീം രസിച്ചു കഴിക്കുന്നത് അയാൾക്ക് നന്നേ രസിച്ചു. കോണിൽ നിന്ന് മധുരമുരുകി നക്ഷത്രയുടുപ്പിൽ വീണത് വിരലാൽ തൂത്തെടുത്ത് നക്കിക്കഴിക്കുന്നത് കണ്ട അയാൾക്ക് ചിരി പൊട്ടി. ചിരിക്കേണ്ട, കുട്ടികളെപ്പോലെ സ്വയം മറന്ന് ഇങ്ങനെ രസിച്ച ഐസ്ക്രീം കഴിക്കേണ്ടത്, അല്ലാതെ ടിഷ്യൂ പേപ്പറും പിടിച്ച് ഓരോ മിനിറ്റും ചുണ്ടും തുടച്ച് കൊണ്ടൊന്നുമല്ല എന്നൊരു തിരുത്തൽവാദിയായി അവരപ്പോൾ. പിന്നെ കായൽ കാറ്റ്. രാത്രി തണുപ്പും കൊണ്ട് തെക്ക് വടക്ക് നടക്കലായി. കാറ്റിൻ്റെ തഴുകലിൽ അയാളുടെ കണ്ണടഞ്ഞുപോയി. പിന്നെ എപ്പോഴോ അവർ അയാളെ തട്ടി വിളിച്ച് ചോദിച്ചു, ഇതെന്താ, ഇരുന്നുറങ്ങുകയാണോ? അവളുടെ തോളിൽ തല ചായ്ച്ച് ഇരുന്നുറങ്ങിപ്പോയതിന് സോറി പറയണോ വേണ്ടയോ എന്ന് വല്ലാതാക്കുമ്പോൾ അവൾ അയാളെ സാകൂതം നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് ആരുടെയോ ഒരു ഛായ, നല്ല പരിചയമുള്ള ആരുടെയോ ഒരു ഛായ. അത് ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുമില്ല. അപ്പോൾ മൂക്കുത്തി മേലെ നിന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അയാളെ ഉറ്റുനോക്കി. അയാൾ പറഞ്ഞു, എനിക്ക് തോന്നി ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. അതവർ കേട്ടില്ല എന്ന് തോന്നി. പരിചയമുള്ള ആരുടെ ഛായ എന്ന് കണ്ടുപിടിക്കാൻ എന്ന പോലെ അവരുടെ മുഖവും മൂക്കുത്തിയും അയാൾക്കടുത്തേക്ക് കുനിഞ്ഞു വന്നു. പിന്നെ വിരൽ നീട്ടി അവർ അയാളുടെ മുഖം തൊട്ടു. അയാൾക്ക് വാക്ക് വറ്റിപ്പോകുന്നത് പോലെ തോന്നി. അവൾ അയാളുടെ കഴുത്തിൽ മുഖം ചേർത്തത് പെട്ടെന്നായിരുന്നു. അയാൾക്കാവട്ടെ എന്തു ചെയ്യണം എന്നറിയാതായി. വാക്ക് കൈമോശം വന്ന രണ്ടുപേരായി അവരങ്ങനെ ഇരുന്ന് കുറേ നേരം. ഒടുക്കം ഒരു പാതാള കിണറ്റിൽ നിന്ന് ഒരു പാതാള കരണ്ടി കൊണ്ടെന്ന പോലെ വാക്ക് കോരിയെടുത്ത് അയാൾ ചോദിച്ചു, എന്താണൊന്നും മിണ്ടാത്തത്? അവളുടെ മൂക്കുത്തി ഒരുപാട് കുട്ടിത്തത്തോടെ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അയാളുടെ കഴുത്തിലേക്ക് വീണ്ടും ഒന്നുകൂടി പറ്റിക്കൂടി ഇരിപ്പായി. അവർ രണ്ടാളും ആ അനങ്ങായിരിപ്പ്, മിണ്ടായിരിപ്പ് കുറേ നേരം തുടർന്നു. എപ്പോഴോ അയാൾ അവളെ ചേർത്ത് ചുറ്റിപ്പിടിച്ചു. തിരികെ ഹോട്ടലിൽ എത്തിയപ്പോൾ അയാളുടെ മുറിയുടെ വാതിൽക്കൽ വെച്ച് അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അയാൾ ചോദിച്ചു, കാട്ടിൽ പോകാം, വീട്ടിൽ പോകാം? അയാളുടെ മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് ഒരു ചാഞ്ഞു ചെരിഞ്ഞ ഒച്ചയിൽ അവൾ ചോദിച്ചു, എന്താ ചോദിച്ചത്? അപ്പോഴയാൾ എന്താണ് താൻ പറയുന്നതെന്ന് വലിയ ബോധമൊന്നുമില്ലാതെ, പറഞ്ഞതിന് വല്ല അർത്ഥമെങ്കിലും ഉണ്ടോ എന്ന് യാതൊരു പിടിയുമില്ലാതെ ഒരിക്കൽ കൂടി ചോദിച്ചു, കാട്ടിൽ പോകാം, വീട്ടിൽ പോകാം? അവൾ കണ്ണടച്ച് അയാൾക്കരികിലേക്ക് മുഖമടുപ്പിച്ചു. അപ്പോഴവരുടെ മൂക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അയാൾക്ക് അവളുടെ മൂക്കിൽ മൂക്കുരമ്മണം എന്ന് തോന്നി. പക്ഷേ അപ്പോഴവളുടെ ചന്ദ്രാകൃതി വൈരമൂക്കുത്തി ഒരണക്കെട്ട് പോലെ തടസ്സം നിന്നു. എന്തിനാ ഈ പാരാവാരം മൂക്കുത്തി ഇടാനാണേൽ ഒറ്റക്കൽ മൂക്കുത്തി ഇട്ടാ പോരെ ഈ പെണ്ണുങ്ങൾക്ക് എന്നൊരു ചെറു ചിരിയോടെ ചോദിച്ചുപോയി അയാൾ. ഉമ്മ വെക്കാൻ ആരുമില്ലാതാകുമ്പോഴാണ് പെണ്ണുങ്ങൾ മൂക്കുത്തി ഇടുക എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴവൾ. ഉമ്മ വെക്കാനൊരു പൂച്ചക്കുട്ടി പോലുമില്ലാത്ത എന്നെപ്പോലുള്ളവർ പിന്നെയും കുറച്ചു പടവുകൾ കൂടി കയറും, എന്നിട്ട് ദാ ഇതുപോലെ ചന്ദ്രാകൃതി സൂര്യാകൃതി മൂക്കുത്തിയിലേക്ക് പ്രവേശിക്കും എന്നൊരു പ്രസ്താവനയും ഇറക്കി. പറഞ്ഞത് അബദ്ധമായോ എന്ന മട്ടിൽ മിണ്ടാതെ നിന്നു അവൾ. പിന്നെ ഇത്തിരി നേരം അയാൾ അവളെ നെഞ്ചോട് ചേർത്തു പിടിച്ച് പതിയെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ നീണ്ട കൺപീലികൾ ഒരു ചെറു നനവുപ്പിൽ അമരുന്നുവോ എന്ന് തോന്നിയപ്പോൾ അയാൾ അവളോട് ചോദിച്ചു, എന്താ തീർന്നു പോയോ മരമണ്ടത്തരം? അപ്പോഴവൾ മുഖമുയർത്തി കണ്ണിലൊരു ചിരിയോടെ അയാളെ നോക്കി. പിന്നെ മുറിയാകെ ഒന്നൊഴിഞ്ഞു നോക്കി പറഞ്ഞു, കൊന്നപ്പൂക്കൾ കർട്ടനിട്ട ജനാല, അതാട്ടിക്കളിക്കാൻ ഒരു തിത്തൈ കാറ്റും, എന്താ രസം അല്ലേ ഈ ഹോട്ടലിൽ? പിന്നെ അവൾ പാടി, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ, എൻ താലി നിൻ താലി പൂത്താലി ആടി കളിക്കുന്ന കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി
നിൽക്കും കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അയ്യപ്പ പണിക്കരുടെ കവിതയാണ് അത് എന്നവൾ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് കവിതയെയും അയ്യപ്പ പണിക്കരെയും ഒന്നും തീരെയും അറിയില്ലായിരുന്നു. അപ്പോഴവൾ നിന്റെ പേര് അയ്യപ്പൻ എന്നാണോ എന്ന് ചോദിച്ചു ചിരിച്ചു. അല്ല, വേൽമുരുകൻ എന്നാണെന്ന് അയാൾ അതിഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അതെയോ, ഞാൻ കരുതി വെട്രിമാരൻ എന്നായിരിക്കും എന്ന് പറഞ്ഞവൾ കുലുങ്ങി ചിരിച്ചു. അപ്പോഴാണ് അയാൾ അവളുടെ കഴുത്ത് ശ്രദ്ധിച്ചത്. നീണ്ടത് മെലിഞ്ഞത് ഒരു കളിമൺ ലോക്കറ്റ് കഴുത്തിലെ കറുത്ത ചരടിൽ കിടന്ന് അവളുടെ ചലനങ്ങൾക്കൊപ്പം അത് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടാട്ടം. അവളുടെ കണ്ണിൽ അയാൾ കടൽ കണ്ടു, ഭൂമി കണ്ടു. പിന്നെ അയാൾ വിരൽ നീട്ടി കറുത്ത ചരടും ലോക്കറ്റും അഴിച്ചു മേശമേലേക്ക് കൈയെത്തിച്ചു വെച്ചു. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് സോഫയിലിരുന്നു. അവളുടെ വിരലുകൾക്ക് ഫ്രിഡ്ജിൽ വെച്ചതുപോലുള്ള തണുപ്പായിരുന്നു. അപ്പോൾ പുറിക്കപ്പുറം നിന്ന് ഏതെല്ലാമോ പ്രകാശച്ചീളുകൾ വന്ന് അവളുടെ മൂക്കുത്തിയിൽ നാനാവർണ്ണം തേച്ച് കടന്നുപോയി. അവൾ ഇളകി ചിരിച്ചുകൊണ്ട് അയാളെ അടക്കിപ്പിടിച്ചു. ജനലിലെ കൊന്നപ്പൂക്കളും കാറ്റും അവളും കടൽ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടേയിരുന്നു. അന്നേരം അവൾ വീണ്ടും ഏതോ പാട്ടുപാടി. ഉഷസ്സേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്നോ മറ്റോ. അയാൾ ചോദിച്ചു, ഇതും നിന്റെയാ അയ്യപ്പ പണിക്കരുടെ കൈത്തുന്നലാണോ? അവൾ നിർത്താതെ ചിരിച്ചു. നിനക്കൊരു ചുക്കും കെക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അവളുടെ മൊട്ടത്തലയിൽ എന്തൊക്കെയോ ചിത്രപ്പണി ചെയ്തുകൊണ്ടിരുന്നു അയാൾ. അവൾ അയാളോട് ചോദിച്ചു, എന്താ വരച്ചത്? ഒരു കാട്. അയാൾ പിന്നെയും വര തുടർന്നു. അവൾ ചോദിച്ചു, ഇപ്പോൾ എന്താ വരച്ചത്? ഒരു വീട്. അയാൾ വര നിർത്താനുള്ള ഭാവമില്ലായിരുന്നു. അവൾ ചോദിച്ചു, ഇപ്പോഴോ? ഇപ്പോൾ എന്താ വരച്ചത്? അയാൾ പറഞ്ഞു, ഒരു കുറുക്കനെ. പെട്ടെന്ന് അയാൾ അവളുടെ ഇളം പച്ച പരുപരാ തലയിൽ കവിളുരുമ്മി കഴുത്തുരുമ്മി ഒന്നുകൂടി ചോദിച്ചു, കാട്ടിൽ പോകാം, വീട്ടിൽ പോകാം. പെട്ടെന്ന് അവൾ അയാളുടെ കഴുത്തിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. ആദ്യം മെല്ലെ, പിന്നെ അതിദ്രുതം. ഇന്നലത്തെ മഴയത്ത് പുറംപോക്കിൽ താനേ കിളിർത്തവൾ ഇന്നിതാ എൻ്റെ മേൽ പടർന്ന് എന്നൊരു കടങ്കഥ പണിയുകയായിരുന്നു അപ്പോഴവൾ തൻ്റെ മുഖമൊന്നകറ്റി മാറ്റി അയാളുടെ ചിന്താഭാവത്തിലേക്കൊന്ന് പാളി നോക്കി. ആഹാ, കഴുത്തിലുമ വെച്ചാൽ ഇക്ലിയാകാത്ത മനുഷ്യരുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ അയാളിലേക്ക് കൂപ്പുകുത്തി. ഏറെ കഴിഞ്ഞ് ഉഷസ്സെത്തി. അവൾ പറഞ്ഞേൽപ്പിച്ച പ്രകാരം അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമമായി. ജനാലയിലൂടെ പതുങ്ങിയെത്തിയ വീൽച്ചീലുകളിൽ കുളിച്ച് അയാളുടെ നെഞ്ചിൽ ആലസ്യത്തോടെ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു അവൾ. വെയിലേക്ക് മൂക്കൊന്ന് നീട്ടി. പിന്നെ മൂക്ക് പലമാതിരി ഏങ്കോണിച്ച് പിടിച്ചുകൊണ്ട് അവൾ ഇടയ്ക്ക് പറഞ്ഞു, ദാ ഇപ്പോൾ എൻ്റെ മൂക്കുത്തിക്കല്ലിൽ നിന്റെ കണ്ണട ചിത്രം, ദാ ഇപ്പോൾ നിന്റെ നീല ഷർട്ടും എൻ്റെ മാതള നിറ ഷാളും കെട്ടിപ്പിണഞ്ഞ് വർത്തമാനം പറഞ്ഞു കിടക്കുന്ന ആ സോഫ ചിത്രം നോക്ക്. ഇപ്പോൾ ദാ ആ കൊന്നപ്പൂ ജനാല. കഷ്ടം, നിനക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ ഇതൊന്നും. മൂക്കുത്തിയിലെ ചിത്രങ്ങൾ കാണണമെങ്കിൽ മൂക്കുത്തി ഇടുക തന്നെ വേണം. നിനക്കെന്താ ഒരു മൂക്കുത്തി ഇട്ടാൽ? നിന്റെ ഈ നീൾമൂക്കിന് നല്ലോണം ചേരും മൂക്കുത്തി. വാങ്ങിത്തരട്ടെ ഒരു വൈരമൂക്കുത്തി? എന്നിട്ടവൾ അയാളുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്ക് ചേർത്തു. പിന്നെ തൻ്റെ മൊട്ടത്തല അയാളുടെ കവിളിൽ പരപരാന്ന് ചേർത്തു. എപ്പോഴോ അയാളുടെ നെഞ്ഞത്ത് മുഖം വെച്ചു അവൾ. കാലുകൾ അയാളുടെ ദേഹത്തേക്ക് എടുത്തിട്ട് ചരിഞ്ഞു കിടന്നു. പിന്നെ അവൾ തണുതണുത്ത വിരലാൽ അയാളുടെ നെഞ്ചിലും കവിളിലും കഴുത്തിലും സ്നേഹപടങ്ങൾ വരച്ചുകൊണ്ടേയിരുന്നു അവൾ. തളർന്നു കൂമ്പിയ കണ്ണുകളോടെ, തുടുത്ത മുഖത്തോടെ, ചുണ്ടിൽ പൊടിഞ്ഞ വിയർപ്പിനിടയിലൂടെ അവൾ വീണ്ടും പാടി. തിരുവേഗപ്പുറയുള്ള ഭഗവാൻ ഒരു നാൾ ഗൗരി എന്നൊരുത്തിയെ കിനാവ് കണ്ടു എന്നായിരുന്നു പാട്ട്. അത് മുഴുവൻ പാടി അവൾ ആ കിടപ്പിൽ. എന്നിട്ട് കഥയുള്ള പാട്ട് എന്ന് പറഞ്ഞു. പിന്നെ കേട്ടോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അയാളുടെ മീശമേൽ തടവിക്കൊണ്ട്. ഒക്കെയും സ്വപ്നത്തിൽ എന്നതുപോലെ കേൾക്കുന്നുണ്ടായിരുന്നു അയാൾ. ഇപ്പോൾ എത്ര ഓർത്തു നോക്കിയിട്ടും പാട്ടിലെ കഥയല്ലാതെ ബാക്കി വരികളൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്നയാൾ ചെറുതായി അസ്വസ്ഥനാകവേ പെട്ടെന്ന് റൂമിലെ ഫോൺ അടിച്ചു. ഫോൺ എടുത്തപ്പോൾ അയാളോട് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, സർ, ബോട്ടിങ്ങിന് പറഞ്ഞിരുന്നില്ലേ? ഈ പെരുമഴ മാറും വരെ ഒരിടത്തു പോക്ക് നടക്കില്ലല്ലോ സർ. എന്നിട്ട് അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുവരെ സാർ ചുമ്മാ ബോറടിച്ചിരിക്കുകയേ നിവൃത്തിയുള്ളൂ. വേണ്ട, തൽക്കാലം ബോട്ടിംഗ് വേണ്ട എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ച് സോഫയിൽ ചാരിക്കിടന്നപ്പോൾ വീണ്ടും ഓർമ്മ പെയ്ത്തായി, അതും ധാരമുറിയാതെ. ഒരു പെണ്ണ് ജീവിതം ഏറ്റവും ബോറടിക്കുമ്പോൾ എന്താ ചെയ്യുക എന്നറിയാമോ?
അവൾ ഇടയ്ക്കെപ്പോഴും അങ്ങനെ ചോദിച്ചു. അയാൾ നെറ്റി ചൊളിച്ചവളെ നോക്കി. അപ്പോഴവൾ അയാളുടെ നീളൻ മൂക്കിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു, പോയി മൂക്കു കുത്തും, എന്നിട്ടൊരു വൈരക്കൽ മൂക്കുത്തിയിടും. അവൾ തുടർന്നു, ഞാനൊരു ദിവസം മടുത്തു നടക്കുകയായിരുന്നു സിറ്റിയിലൂടെ. സാരിക്കട, പൂക്കട, കമ്മൽക്കട, ബെഡ്ഷീറ്റ് കട, പുസ്തകക്കട, പാത്രക്കട, സർവ്വതും ഞാൻ കയറി ഇറങ്ങി. ഒന്നും വാങ്ങണമെന്ന് തോന്നിയില്ല. പിന്നെ മഴവിൽ പാലത്തിൽ പോയി നിന്നു. എന്നിട്ടൊരു മഴവിൽ തരി പോലും വിരിഞ്ഞില്ല എൻ്റെ ഉള്ളിൽ. പിന്നെ മറൈൻ ഡ്രൈവിൽ കൂടി ചുമ്മാ നടന്നു നോക്കി. എന്നിട്ടൊന്നും പോയില്ല എൻ്റെ മടുപ്പ്. അപ്പോൾ എതിരെ ഒരു പെൺകുട്ടി വന്നു. അവളെന്നെ നോക്കിയതേയില്ല. തുള്ളിത്തെറിച്ച് അവളും അവളുടെ തലമുടിയും എന്നെ കടന്നുപോയി, എന്നെ തീരെയും നോക്കാതെ. പക്ഷേ അവളുടെ മൂക്കുത്തി അത് എന്നെ നോക്കി. അതെന്നോട് വിളിച്ചു പറഞ്ഞു, പോയൊരു മൂക്കുത്തി വാങ്ങിയിട്ട് നോക്ക്, അപ്പോൾ കാണാൻ രസം. ഞാൻ ഉടനെ തന്നെ ബ്രോഡ്വേയുടെ തുടക്കത്തിലുള്ള ATM പോയി പൈസ എടുത്തു. പിന്നെ ഓട്ടോ വിളിച്ച് ഭീമയിൽ പോയി വൈരക്കൽ മൂക്കുത്തിക്കാരിയായി. ഒരു തണുത്ത ഓറഞ്ച് പാട്ടും പാടി നിരത്തിലൂടെ ഉരുണ്ടുരുണ്ടങ്ങ് ഒഴുകി ഇറങ്ങുമ്പോലെ ലോ ഫ്ലോർ ബസ്സില്ലേ, അതിലൊന്നിൽ കയറി തിരികെ വരുമ്പോൾ മൂക്കു ചുളിച്ചും വിടർത്തിയും ചെരിച്ചും വഴിയോര കാഴ്ചകൾ മുക്കുത്തിക്കല്ലിൽ തെളിയാൻ പാകത്തിൽ ഞാനൊരു മരമണ്ടിയായി. ബുദ്ധി കൂടുമ്പോഴാണ് എല്ലായിടത്തും മടുപ്പ് തോന്നുക. മരമണ്ടിയാകുമ്പോൾ എല്ലാത്തിനും എന്താ ഒരു ഭംഗി. ആദ്യ ദിവസത്തെ രാത്രിയിൽ നക്ഷത്ര ഉടുപ്പിട്ട് അവളിരുന്ന ലോഞ്ചിൽ ഓർമ്മയും മഴയും പെയ്യുന്നത് നോക്കി അയാളിരുന്നു തനിയെ. അതിലേ നടന്നുപോയ സെക്യൂരിറ്റി ഗാർഡ് പോകും വഴി അയാളെ നോക്കി പറഞ്ഞു, കാലം തെറ്റി ഒരു പെരുമഴ അല്ലേ സാറേ? അല്ല, എന്തു ഭാവിച്ചിട്ടാണോ ആവോ ഈ മഴ ഇങ്ങനെ? അയാൾ ഓർത്തു, അവൾ പറഞ്ഞത് നിനക്ക് ഒരു ഉള്ളുകള്ളൻ്റെ ഭാവമാണ് എന്നാണ്. നിന്റെ ഉള്ളിൽ മുഴുവൻ കള്ളത്തരത്തിൻ്റെ കള്ളികളാണ്. നീ എന്നോട് എൻ്റെ കഥ ചോദിക്കാത്തത് ഒരുപാട് കഥകൾ നിനക്കുള്ളത് കൊണ്ടാണ് എന്നും അറിയാം. കള്ളങ്ങളും അവ സൂക്ഷിക്കാൻ ഒരുപാട് കള്ളികളുമുണ്ട് നമ്മുടെ രണ്ടാളുടെയും ഉള്ളിൽ എന്നു ബോധ്യവുമുണ്ട് എനിക്ക് എന്നെല്ലാമായിരുന്നു അവളുടെ പറച്ചിൽ. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു, നീ ഒരു ഉള്ളുകള്ളൻ, ഞാനൊരു നിൽക്കക്കള്ളി. എന്തൊരു ചേർച്ച അല്ലേ? അല്ല, ഞാൻ നിന്നോട് എന്നയാൾ പരുങ്ങിയതും അവൾ അയാളുടെ ചുണ്ടിൽ തൻ്റെ വിരൽ നെടുക വെച്ചു. വേണ്ട, എനിക്കൊന്നും അറിയണ്ട, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. കഴിഞ്ഞതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ്? അപ്പോൾ മഴയിലൂടെ റിസപ്ഷനിസ്റ്റ് ഓടി ആളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ടൊരു ചെപ്പ് നീട്ടി. ഇത് 310 അവർ സാറിന് തരാൻ ഏൽപ്പിച്ചതാണ്. ഞാനത് അപ്പോഴേ മറന്നു. ഇപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ്. തിരികെ തിടുക്കത്തിൽ മുറിയിലെത്തി അയാളത് തുറന്നു നോക്കി. അവളുടെ ചന്ദ്രാകൃതി മൂക്കുത്തി. മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. പറയാനുള്ളത് എടുത്തെടുത്ത് പറഞ്ഞ് അതിന് ഒരു അടിവരയിടുകയും കൂടി ചെയ്താലേ തൃപ്തിയാവുള്ളോ എന്ന് പരിഹാസ ചോദ്യവുമായി അവിടൊക്കെ കാറ്റ് തത്തി നടന്നു. എന്നിട്ട് അവളെപ്പോലെ ഏതോ പാട്ട് മൂളാൻ തുടങ്ങി.